Hi all, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റത്തെ ടോപ്പിക്കാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. എന്താണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. Scientific attitude refers to the mindset, behaviors and habits that enable individuals to think critically, question assumptions and engage with the world scientifically. എന്താണ് എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക്കലി തിങ്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡാണ് എന്ത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാകാം? അതൊരു മൈൻഡ് സെറ്റ് ആകാം, നമ്മുടെ ബിഹേവിയർ ആകാം, ഹാബിറ്റ്സ് ആകാം. അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അസംഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് സയൻറ്റിഫിക്കായിട്ട് ഈ വേൾഡിലുള്ള എല്ലാത്തിനെയും സയൻറ്റിഫിക്കായിട്ട് കാണാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷനും കൂടെ പറയാം. ദ ഓപ്പൺ മൈൻഡ്നെസ് എ ഡിസയർ ഫോർ ആക്യുറേറ്റ് നോളജ്, confidence in procedures for seeking knowledge, and the expectation that the solution of the problem will come through the use of verified knowledge. അപ്പോൾ ഈ ഡെഫിനേഷനിലും പറയുന്നത് എന്ത് തന്നെയാണ്? അതൊരു എന്താണ് ഓപ്പൺ മൈൻഡ്നെസ് ആണ്. അതുപോലെ എന്താണ് ആക്യുറേറ്റ് നോളജ് കിട്ടാനുള്ള തീവ്രമായ ഒരു ആഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് നോളജ് ഉണ്ടാകുന്ന പ്രൊസീജിയറിലുള്ള എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറെന്ത് പറയാം നമുക്ക്? സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? കറക്റ്റായിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള നോളജിൽ നിന്നാണ് ഒരു സൊല്യൂഷൻ വരുന്നതെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എന്ത് പറയുന്നത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെഫിനേഷൻസിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. രണ്ടും പഠിക്കാൻ പറ്റുമെങ്കിൽ രണ്ടും പഠിക്കുക. മിക്കവാറും ഇത് ചോദിച്ചു കണ്ടിരിക്കുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഡെഫിനേഷൻ മാത്രമൊക്കെ എഴുതിയാൽ മതിയാവും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതെ, സയൻസ് ആസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, ഇത് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണല്ലേ. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്. സയൻസിനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻസ് ആസ് പ്രോസസ്, സയൻസ് ആസ് പ്രോഡക്റ്റ് ആൻഡ് സയൻസ് ആസ് ആൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിലും ഉള്ളത് അല്ലേ. അപ്പോൾ സയൻസിനെ ആറ്റിറ്റ്യൂഡായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ഓപ്പൺ മൈൻഡഡ്നെസ്, ഒബ്ജക്റ്റിവിറ്റി, ഫ്രീഡം ഫ്രം ബിലീഫ് ഇൻ സൂപ്പർസ്റ്റിഷൻസ്, ബിലീഫ് ഇൻ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്, ആക്യുറസി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഇൻ റിപ്പോർട്ടിംഗ് ഒബ്സർവേഷൻസ്, മെത്തോഡിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം ഓൺ ഹാൻഡ്, up-to-dateness, respect for other people's opinion though we may not agree with them, ability to distinguish between scientific evidence and scientific proof, ability to discern between fact and fiction. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. അപ്പോൾ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ലൈഫിനെ എങ്ങനെയൊക്കെ നോക്കിക്കാണാൻ വേണ്ടി പറ്റും? ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ലൈഫിനെ നോക്കിക്കാണാൻ വേണ്ടി പറ്റും. ഇത് തന്നെയാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പോയിൻറ്റ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. അതുപോലെ ഇതിലുള്ള പോയിന്റ് തന്നെ നമ്മൾ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഓപ്പൺ മൈൻഡഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? വില്ലിങ്നെസ് ടു ആക്സെപ്റ്റ് ന്യൂ ഐഡിയാസ്. ഓപ്പൺ മൈൻഡഡ്നെസ് ഉള്ള ഒരാൾ എന്തായിരിക്കും? പുതിയ ഐഡിയാസിനെ സ്വീകരിക്കാൻ വില്ലിങ് ആയിട്ടുള്ളവരായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഓപ്പൺ മൈൻഡഡ്നെസ് ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? പഴയ ഐഡിയാസിനെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പുതിയത് വന്നാൽ അത് ശരിയല്ല, പഴയതാണ് ശരിയെന്ന് പറയും. പക്ഷെ ഒരാൾ ഓപ്പൺ മൈൻഡഡ്നെസ് ആണെങ്കിൽ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഐഡിയാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ എന്താണ്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡിമാൻഡ്സ് ആൻഡ് ഓപ്പൺ മൈൻഡ് എംബ്രേസിങ് ചേഞ്ച് ആൻഡ് അഡാപ്ഷൻ. ചേഞ്ചിനെയും അഡാപ്റ്റേഷനെയും ഒക്കെ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എൻകറേജസ് എ വില്ലിങ്നെസ് ടു ആക്സെപ്റ്റ് ന്യൂ എവിഡൻസ്. ഇതെന്താണ്? ഓപ്പൺ മൈൻഡഡ്നെസ് ഉള്ള ഒരാൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്? എന്താണ് അയാളുടെ പൊതുവേ ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? അയാൾ പുതിയ എന്ത് വന്നാലും അതിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കും. ഓക്കെ, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ
അതിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള ഒരാളെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. Scientific attitude begins with curiosity. Scientists are driven by a desire to understand the world around them. ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വരുന്നത്? ഓരോ പ്രോബ്ലം കാണുമ്പോഴും, നമ്മുടെ ലൈഫിൽ ഓരോ പ്രോബ്ലം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിൽ ഓരോ പ്രോബ്ലം കാണുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ പുതിയൊരു കാര്യം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ക്യൂരിയോസിറ്റിയാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് എന്താണ്? ഉറപ്പായിട്ടും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ എന്താണ്? അവർക്ക് അവരുടെ അറൗണ്ടുള്ള എല്ലാ കാര്യത്തിനെക്കുറിച്ചും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതുപോലെ അത് എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ക്യൂരിയോസിറ്റി തോന്നുക, അതുപോലെ അത് എക്സ്പ്ലോർ ചെയ്യാനും റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ക്യൂരിയോസിറ്റി ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ക്യൂരിയോസിറ്റി ഡ്രൈവ്സ് us to question and seek answers. Okay, so it helps us to question everything around us and it encourages to seek answers. Okay, it encourages us to explore the unknown ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ്. ഇതൊക്കെ എന്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ, അതായത് സയൻസ് ആസ് എ വേ ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ത് പറയുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ്. A scientific attitude involves critical thinking and questioning assumptions. It's about asking why and how. ഒരു കാര്യം കിട്ടിയാൽ, ഒരു ഫാക്റ്റ് അവർക്ക് കിട്ടിയാൽ why and how എന്ന് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്തിനെ എൻകറേജ് ചെയ്യുന്നു? ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ എൻകറേജ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് എന്ത് പറയാം? ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു കാര്യം കിട്ടിയാൽ അതിനെക്കുറിച്ച് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്താൽ മാത്രമേ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ഒബ്ജക്റ്റീവ്ലി. ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ഒരാൾ എങ്ങനെയായിരിക്കും? അവർക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻ അത് കറക്റ്റ് ആണെന്ന് നോക്കും. വേറെ ബയാസസ് ഒന്നുമില്ലാതെ, വേറെ സാഹചര്യങ്ങളൊന്നും അയാളെ അഫക്റ്റ് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്? ഇറ്റ് ഈസ് എ വൈറ്റൽ കോമ്പോണൻ്റ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ക്രിട്ടിക്കൽ തിങ്കിങ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് ആണ്. ഇൻവോൾവ്സ് ലോജിക്കൽ റീസണിങ് ആൻഡ് അസസിങ് ദ വാലിഡിറ്റി ഓഫ് ഇൻഫർമേഷൻ. അതിലെന്തൊക്കെയുണ്ട്? ലോജിക്കൽ റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ വാലിഡിറ്റി ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതിൻ്റെ വാലിഡിറ്റി അസസ് ചെയ്യുന്നതും എന്തിൻ്റെ പാർട്ടാണ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ പാർട്ടാണ്. ഓക്കെ, സോ ഇതെന്താന്ന് പറയാം? ഇറ്റ്സ് എ വൈറ്റൽ കോമ്പോണൻ്റ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്താണ്? സയൻറ്റിസ്റ്റ് സ്ട്രൈവ് ഫോർ ഒബ്ജക്റ്റിവിറ്റി. They aim to minimize bias and approach problems with an open mind. ഒബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സയൻറ്റിസ്റ്റുമാരെല്ലാവരും നല്ല ഒബ്ജക്റ്റിവിറ്റി ഉള്ളവരായിരിക്കും. അതായത് അവർക്കൊരു പ്രോബ്ലം കൊടുത്താൽ അതിൽ എവിടെ എത്തിച്ചേരണം എന്നൊരു ഒബ്ജക്റ്റീവ് അവർക്കുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും അവർക്ക്. ഓക്കെ, ദേ എയിം ടു മിനിമൈസ് ബയാസ്. ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ? ഒരു പക്ഷേ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളെ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ കളയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും
എന്താണ് പ്രെജുഡീസ് നമ്മൾ പറയില്ലേ, മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന സാധനം ചിലപ്പോൾ എന്താവും, അതുപോലെ തന്നെ ആയിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് വേറെയാണ്, പക്ഷേ ഇതിങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് എനിക്കിങ്ങനെ കിട്ടാൻ പാടുള്ളൂ എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചാൽ വേറൊരു റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഡൗട്ടായിരിക്കും. ഓക്കെ, ഇതല്ലല്ലോ ശരി, അവർക്ക് കിട്ടിയതാണല്ലോ ശരി, എന്നാൽ പിന്നെ ഇത് മാറ്റിയിട്ട് അവർക്ക് കിട്ടിയ വാല്യൂ കൊടുക്കാം എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ മിനിമൈസ് ചെയ്യാനാണ് സയൻറ്റിസ്റ്റൊക്കെ ശ്രദ്ധിക്കുന്നത്. സയൻറ്റിസ്റ്റ് എന്നല്ല, എല്ലാവരും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ നല്ല ഒബ്ജക്റ്റിവിറ്റി ഉള്ള ഒരാളായിരിക്കും. ദ ഇമ്പോർട്ടൻസ് ഓഫ് അൺബയാസ്ഡ് അനാലിസിസ്. ഒബ്ജക്റ്റിവിറ്റി ഉള്ള ഒരു ആൾക്ക് മാത്രമേ അൺബയാസ്ഡ് ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഈ ചെയ്യുന്ന ആളെ, എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളെ സ്വാധീനിച്ചാൽ അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റില്ല. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് റിക്വയർസ് ഒബ്ജക്റ്റീവ് ഇംപാർഷ്യൽ അനാലിസിസ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവോയ്ഡിങ് പേഴ്സണൽ ബയാസസ് ഈസ് ക്രൂഷ്യൽ ഫോർ റിലയബിൾ റിസൾട്ട്സ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ പ്രൊഫഷനിൽ നിന്ന് മാറ്റി നിർത്തുക. അത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാൻ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷണൽ ഔട്ട്കംസിനെ ബാധിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരിക്കലും കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ എന്താണ് പറയുന്നത്, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിലുള്ള അയാൾക്ക് ബയാസസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഓക്കെ, പേഴ്സണൽ ബയാസസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എങ്കിൽ മാത്രമേ അയാൾക്ക് അയാളുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇങ്ങനെ പേഴ്സണൽ ബയാസ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എംപിരിക്കൽ എവിഡൻസ്. ഇൻ സയൻസ്, കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ഫ്രം എംപിരിക്കൽ എവിഡൻസ് ഗാതേർഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം സയൻസിലെല്ലാം എക്സ്പീരിയൻസ് ഒബ്സർവേഷൻ ആണ്. അതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻസ് എക്സ്പെരിമെൻറ്റിൽ നിന്നും ഒബ്സർവേഷൻസിൽ നിന്നും കിട്ടുന്ന കൺക്ലൂഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംപിരിക്കൽ എവിഡൻസ് പറയുന്നത്. ഈ അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഈ അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് എംപിരിക്കൽ എവിഡൻസിൽ വിശ്വാസം ഉണ്ടാകണം. അതായത് അയാൾക്ക് എന്ത് റിസൾട്ട് മാത്രമേ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, എംപിരിക്കൽ അപ്രോച്ചിൽ നിന്ന് കിട്ടിയ എംപിരിക്കൽ എവിഡൻസ് മാത്രമേ അയാൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. എംപിരിക്കൽ എവിഡൻസ് പറയുന്നതാണ് എന്ത്, കൺക്ലൂഷൻസ് ഫ്രം എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എവിഡൻസ് ഇൻവോൾവ്സ് കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഗ്യാതറിങ് ഡാറ്റ. നമ്മൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് പറഞ്ഞു നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ എന്താണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, എവിഡൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത് പ്രൂഫിനെക്കാളും, അല്ലേ? സോ എംപിരിക്കൽ എവിഡൻസ് പറയുന്നത് അത് തന്നെയാണ്. എംപിരിക്കൽ എവിഡൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, skepticism, it's an important thing. Okay, skepticism is the key element of the scientific attitude. Ideas and findings are subject to scrutiny and testing. എന്താണ് സംഭവം, ഫാക്റ്റിനെയും മിത്തിനെയും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. അതിന് പറയുന്ന പേരാണ് എന്ത്, സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഐഡിയാസും ഫൈൻഡിങ്സും ഒക്കെ നമുക്ക് എന്തിനു നമ്മൾ വിധേയമാക്കണം, സ്ക്രൂട്ടിനി ആൻഡ് ടെസ്റ്റിംഗ്. ടെസ്റ്റ് ചെയ്യണം, നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് ഫാക്റ്റിനെയും മിത്തിനെയും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഓക്കെ, സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം, ഡൗട്ട് അല്ലെങ്കിൽ സംശയം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എന്ത് കിട്ടിയാലും നമുക്കിത് ഫാക്റ്റാണോ മിത്താണോ എന്നൊരു സംശയം നമുക്കുണ്ടാകും മൈൻഡിൽ. അങ്ങനെ ഉണ്ടാകണം. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ ഇത് ഫാക്റ്റാണോ, ഇത് റിയലാണോ, അതോ മിത്താണോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ശരിയാക്കും, അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന നെക്സ്റ്റ് ക്വാളിറ്റിയാണ് എന്ത്, സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. കൊളാബറേഷൻ.
Scientists often collaborate with others, sharing knowledge and working together to advance understanding. ഓക്കെ, അപ്പോൾ അവരെന്താണ്, കൊളാബറേഷൻ പ്രിഫർ ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, നോളജ് ഷെയർ ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ പുതിയ കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. സോ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ എന്ത് പ്രിഫർ ചെയ്യുന്ന ഒരാളായിരിക്കണം, കൊളാബറേഷൻ പ്രിഫർ ചെയ്യുന്ന ഒരാളായിരിക്കണം. ടീം വർക്ക് ഇൻ സയൻറ്റിഫിക് എൻഡേവേഴ്സ്, സയൻറ്റിഫിക് എൻഡേവേഴ്സിൽ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ ടീം വർക്കാണ് പ്രിഫർ ചെയ്യുന്നത്. കൊളാബറേഷൻ പ്രൊമോട്ട്സ് ഷെയർഡ് ലേണിംഗ് ആൻഡ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്, emphasizes the collective nature of scientific progress. അപ്പം കൊളാബറേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു സയൻറ്റിഫിക് പ്രോഗ്രസ്സിനെ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഐഡിയയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരെയും ഒപ്പീനിയൻസ് വരുമ്പോൾ നമുക്ക് അതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് എന്ത്, കൊളാബറേഷൻ എന്ന് പറയുന്നത്. എത്തിക്സ് ഇൻ സയൻസ്, അത് നമ്മളവിടെ പറഞ്ഞു അല്ലേ, ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞിരുന്നു, ടുവേർഡ്സ് ലൈഫിൽ പറഞ്ഞു, എത്തിക്സ് പറഞ്ഞു. എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മോറൽ ഇംപറേറ്റീവ് ആണ്. എത്തിക്സ് ആർ ഇൻ്റഗ്രൽ ടു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. എത്തിക്സും സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡും എന്താണ്, ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്, ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എത്തിക്സ് ഉള്ള ഒരാൾക്ക് മാത്രമേ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ളൂ. അതുപോലെ ഒരാൾക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയണമെങ്കിൽ അതെന്താണ്, അയാൾക്ക് എന്തുണ്ടാകണം, എത്തിക്സ് ലൈഫിൽ ഉണ്ടാകണം. മെയിൻറ്റെയിനിങ് ഇൻറ്റഗ്രിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ റിസർച്ച്, എസ്പെഷ്യലി നമ്മൾ റിസർച്ചിൻ്റെ കേസസിലൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് EPC 1 പ്ലേജറിസത്തെ കുറിച്ചൊക്കെ എഴുതിയല്ലേ. അപ്പോൾ എന്താണ്, എത്തിക്സ് ഇൻ സയൻസിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സത്യസന്ധത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് എന്തുണ്ടാവും, എത്തിക്സ് ഉണ്ടാവും. ഇനി ഇതിലെന്താണ് ടീച്ചേഴ്സിൻ്റെ റോൾ എന്നാണ്. ഓക്കെ, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ റോൾ ഓഫ് ടീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫോസ്റ്ററിങ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഇൻ സ്റ്റുഡൻസ്, ടീച്ചേഴ്സിൻ്റെ ഒരു മെയിനായിട്ടുള്ള റോൾ എന്താണ്, ഫിസിക്കൽ സയൻസ് ടീച്ചേഴ്സിൻ്റെ ഫോസ്റ്ററിങ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഇൻ സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ ഡെവലപ്പിംഗ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. എങ്ങനെയൊക്കെ, എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് ക്വസ്റ്റനിങ്, teach critical thinking skills, provide opportunities for hands-on learning, promote ethical behavior, support collaborative work, encourage wide reading. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ അവരൊരു ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാണ് ശരി അല്ലേ. ചില കുട്ടികളുണ്ടാവില്ലേ അങ്ങനെ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, എത്ര പറഞ്ഞാലും സംശയം തീരാത്ത കുട്ടികൾ, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അവർ. അപ്പോൾ എന്താണ്, എൻകറേജ് ചെയ്യാതെ, ഡിസ്കറേജ് ചെയ്യാതെ. അതുപോലെ എങ്ങനെയാണ് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ടതെന്ന് അവർ പഠിപ്പിക്കുക. ഓക്കെ, പല പല എക്സാമ്പിൾസിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ വെച്ച് അത് ഈ പറയുന്ന കാര്യങ്ങൾ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം, നമ്മൾ പറയുന്ന കാര്യവും എല്ലാം ഒന്ന് ക്രിട്ടിക്കലായിട്ട് അവരെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്താണ് അവരുടെ അഭിപ്രായം കൂടെ നമ്മൾ കേൾക്കുക. പിന്നെ എന്താണ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അവർ തന്നെ അവരുടെ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്ന രീതി, അതാണ് എന്ത്, ഹാൻഡ്സ് ഓൺ ലേണിംഗ് അല്ലെങ്കിൽ എന്ത് പറയുക, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയും. അതായത് അവർ കണ്ട് കേട്ട് പഠിക്കുക എന്ന് പറയും. നമുക്ക് അവരുടെ എല്ലാ സെൻസസും ഉപയോഗിച്ച് കണ്ട് കേട്ട് പഠിക്കുക എന്ന് പറയും. ഹാൻഡ്സ് ഓൺ ലേണിംഗ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നും നമുക്ക് പറയാം. അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഗ്ലോബിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു ഗ്ലോബ് അവരെ കാണിച്ച് പഠിപ്പിക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ ഫിസിക്കൽ സയൻസ് ടീച്ചേഴ്സ് ആകുമ്പോൾ എന്താണ്, നമുക്ക് അവരെ മ്യൂസിയത്തിൽ കൊണ്ടുപോകാം, ലാബിൽ കൊണ്ടുപോകാം. അങ്ങനെ ഹാൻഡ്സ് ഓൺ ലേണിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രൊമോട്ട് എത്തിക്കൽ ബിഹേവിയർ. ഓക്കെ, എത്തിക്സ് എന്താണെന്ന് പഠിപ്പിക്കുക. അതുപോലെ എത്തിക്കൽ ബിഹേവിയർ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക. പിന്നെ കൊളാബറേറ്റീവ് വർക്ക്, ഗ്രൂപ്പാക്കി കൊളാബറേറ്റീവ് വർക്ക് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ റീഡിങ്ങും അവരിൽ എൻകറേജ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.